ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ തന്നെ പത്തിരിയൊക്കെ ചുടുന്ന തിരക്കിലാണ്. ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. ഞാനും കുറച്ച് ടീച്ചേഴ്സും കൂടി കോഴിക്കോടാണ് പോകാൻ വിചാരിച്ചത്. അപ്പോൾ നേരത്തെ തന്നെ പണി കഴിച്ചപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ ആ ചൂടാവുമ്പോൾ നമുക്ക് വേഗം പോയിട്ട് തിരിച്ച് പോരാന്നുള്ള നിലക്ക് വേഗം രാവിലെ തന്നെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ ഓരോ പണികൾ പെട്ടെന്ന് ചെയ്യണം. അയൺ ചെയ്യണത് ഈ ചുരിദാർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് എൻ്റെ സ്കൂളിലെ പരിപാടിക്ക് എടുത്ത ചുരിദാറാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചുരിദാറാണ്. എപ്പോഴും നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നൊരു ചുരിദാർ. അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു വാരാനും അതുപോലെ ചായ ഒന്നും കുടിച്ചില്ലേന് ചോറ് വിറ്റലും എല്ലാ തിരക്കുകളിട്ട് ഓരോ തിരക്കിട്ട പണികളിലാണ് കേട്ടോ ഞാൻ. നമുക്ക് എങ്ങോട്ടേയും പോകാമെന്നാകുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇല്ലാത്ത പണികളും കൂടി നമ്മളെപ്പോൾ എടുത്തുകൊണ്ട് വെക്കും. അങ്ങനത്തെ ഒരു തിരക്കിട്ട ജോലികളേക്കാരം അപ്പം നമുക്ക് ഉണ്ടാവുക. ഒന്നും ഒഴിവാക്കാൻ തോന്നില്ല, എന്നാലും പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ഇത് ആയിഷാൻ്റെ ഡ്രസ്സ് മാറ്റിക്കാണ്ടേനിട്ടാ. അപ്പോൾ അതും കൂടി ഉണ്ട്. കസവ് കേന്ദ്രേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. കസവ് കേന്ദ്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ചുരിദാർ ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഡ്രസ് കോഡാക്കാൻ ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവസാനം ഫൈനലി ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ചുരിദാർ ഷോള് നല്ല വർക്കാണ്. പക്ഷേ ടോപ്പിന് അത്ര വലിയ വർക്കൊന്നുമില്ല. ഷോളിന് ഫുള്ള് വർക്കുണ്ട് കേട്ടോ. റേറ്റ് 2 സംതിങ്ങിലുണ്ട്. 3ൻ്റെ അടുത്തായിട്ടൊക്കെ റേറ്റും ഉണ്ട്. എന്നാലും ഒരുപോലത്തെ ഞങ്ങൾ കുറേ തിരഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപോലത്തെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കടകളിൽ പിന്നെയും കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാണ്ട്, ടീച്ചേഴ്സിൻ്റെ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കറങ്ങുകയാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്നതിനല്ല ഡ്രസ്സ്, അപ്പോൾ അത് മാറ്റിക്കാനുള്ളതും അപ്പോൾ അതിന് ബെഡ്ഷീറ്റ് നോക്കലും അങ്ങനെയൊക്കെ ഓരോ തിരക്കായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോ കാണുന്നതൊക്കെ ഓരോന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കസവ് കേന്ദ്രയിൽ അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ചുരിദാറിലൊക്കെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഞങ്ങളെ പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കത് അടുപ്പിക്കാൻ കൊടുക്കാണ്ടേനി. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഫ്ലവറുകളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കണ്ടപ്പം ഒരു വീഡിയോ എടുത്തതാണെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അത് ഷേപ്പാക്കാനും ഇതാക്കാനൊക്കെ അതിൻ്റെ താഴെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോവുകയാണ്. പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് കസവ് കേന്ദ്രം കണ്ടുപോലെ വന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കറിയാം അതാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് പോലെ അടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഉച്ചക്ക് 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. രാവിലെ 10 മണിക്കാണ് കോഴിക്കോട് എത്തിയത്. പിന്നെ ചുരിദാറിൻ്റെതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ആ ഹോട്ടലിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സാഗറിലാണ് പിന്നെ ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി, മന്തി അങ്ങനത്തെ ഒന്നും നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ തനി നാടൻ ചോറ് മാത്രമാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് കുറേ യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെ ചോറൊക്കെ കഴിക്കണതിനെക്കാട്ടി നല്ലത് നമ്മൾ സാധാ ചോറ് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു ക്ഷീണമൊന്നും തോന്നില്ല. മറ്റേ ബിരിയാണി, മന്തി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചപ്പം ഇതിൽ തന്നെ അത്യാവശ്യം കറിയും കൂട്ടാനും എല്ലാം ഉണ്ട്. നല്ല സൂപ്പറായിന്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കണ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹം മിഠായി തെരുവിലൊന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ SM സ്ട്രീറ്റിലൊന്ന് പോയതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ ചെരുപ്പിൻ്റെ ഏതായാലും എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങാണ്ടായിന്. എനിക്കിൻ്റെ കൂടെയുള്ള ആൾക്കൊക്കെ ഉണ്ടായിന്. അപ്പോൾ പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ലെതറുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഒരുപാട് മോഡലുകളൊക്കെ ചെരുപ്പുകൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏതുകൊണ്ട് ഇഷ്ടപ്പെടണ്ട. ഇഷ്ടമാണ്, വില കൊണ്ടും ഒത്ത് കിട്ടണമല്ലോ. അപ്പോൾ കുറേയൊക്കെ തിരഞ്ഞു. എല്ലാം ഇഷ്ടമാവേണ്ട കാണുന്നതൊക്കെ. പക്ഷേ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ടീച്ചർക്കുള്ള ഷൂ നോക്കുകയാണ്. ഞാൻ എനിക്കുള്ള ചെരുപ്പാണ് നോക്കണത്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പിൻ്റെ കടയിലൊക്കെ കയറിയപ്പോൾ ഒരു പറഞ്ഞിതൊരു വ്ളോഗറാണ് കേട്ടോ പറഞ്ഞപ്പോൾ. അപ്പോൾ ഓല് പറഞ്ഞ് ഞങ്ങളെ കടകളെ ഒന്നായിട്ടൊന്ന് വീഡിയോ എടുക്കുമോ അങ്ങനെ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷോൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സിമ്മർ ഷോളാണ് ഞങ്ങൾ തിരഞ്ഞ് നടന്നത്. അപ്പോൾ ഇത് 2-3 ക്ലോത്തിൽ വരുന്നുണ്ടല്ലോ ഈ ഷോള്.
ഇതിൽ നല്ല സ്മൂത്തായി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ബലം പിടിച്ച് നിൽക്കുന്ന ഷോളും ഉണ്ട്. അപ്പോൾ ചുറ്റിയാലും റെഡിയായി കിട്ടുന്ന ഷോളും ആവണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ് ഷോള്. എനിക്കൊന്നും ഷോളിന് ആവശ്യമുണ്ടായിന്. അപ്പോൾ അങ്ങനെ തിരഞ്ഞു. പിന്നെ ഒരുപാട് കടകളിൽ ഞങ്ങൾ എനിക്ക് ചെരുപ്പും കിട്ടിയിട്ടില്ലേനി കേട്ടോ. ടീച്ചർക്ക് ഷോളും കിട്ടിയിട്ടില്ലേനി, എനിക്ക് ഷോളും കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. മിഠായി തെരുവാണെന്ന് കരുതിയിട്ട് അവിടെ റേറ്റിന് പല കടകളിലും പല റേറ്റാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പുകളായാലും ഡ്രസ്സായാലും ഒക്കെ പല റേറ്റുകളിലുമാണ്. ഷോളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പിന്നെ ഷോളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഓരോ കടകളിലും ഓരോ റേറ്റിലാണ് വരുന്നത്. പിന്നെ ഈ പാൻറ്റ് ഞാൻ പ്രത്യേകം എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ പണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ മടിയാണ്. ഇപ്പോഴത്തെ ന്യൂജന് ഏത് ഡ്രസ്സായാലും ഇട്ടോളുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഓരോ മോഡൽ ഇറക്കുക. അപ്പോൾ ഞാൻ എനിക്കുള്ള ചെരുപ്പ് തിരക്കട്ടെ. ആ ചെരുപ്പ് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും. പക്ഷേ എനിക്കെല്ലാം ഇഷ്ടമാവുന്നുണ്ട്. ഏതും എടുക്കാനുള്ളൊരു മനസ്സ് തോന്നണില്ല. അങ്ങനെയാണല്ലോ ചില സമയത്ത് നമുക്ക്. ഇതാണിപ്പോൾ ഞാൻ എടുത്ത് നോക്കിയത്. പക്ഷേ ഇതിനൊരു ഓവർ കല്ലും മുത്തും ആയപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചത് എടുത്തിട്ടില്ല കേട്ടോ. കുറേ തിരഞ്ഞ് നടന്നപ്പോൾ അവസാനം എനിക്ക് കിട്ടിയിട്ട ഈ ഷൂ ആട്ടാ ഞാൻ എടുത്തത്. ഇത് ഓരോ കടയിലും പല റേറ്റിലാട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഞാനെടുത്ത ഷൂ ഫസ്റ്റ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അതിന് 499 ഒരു കടയിൽ. പിന്നെ അങ്ങോട്ട് പോണതിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റുകൾ മാറ്റം വന്നു തുടങ്ങി. 500 സംതിങ് ആയി, പിന്നെ 600 ലാസ്റ്റ് ഞാൻ 650 ഞാൻ ആ ഷൂ എടുത്തത്. പക്ഷേ അത്ര റേറ്റൊന്നും ഫസ്റ്റ് കണ്ട കടയിലില്ലേനി. ഞാൻ കുറേ ഇങ്ങോട്ട് പോകുന്നില്ല, ഒരുപാട് നടന്നു പോകുന്നു, ഏതാ കടാന്ന് പോലും അറിയില്ല. അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ അതെടുത്ത് പോന്നു. പിന്നെ ഞാൻ വള തിരയാൻ വന്നതാട്ടാ. വള മോതിരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വെച്ചിട്ട് കമ്മലെടുത്തിട്ടുണ്ട്. ഈ കടയിലാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പല ഐറ്റംസും. നമുക്ക് എടുക്കാൻ മറന്നു പോയ സാധനം പോലും ഇതിൽ നമ്മളിങ്ങനെ നടന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഉണ്ട് ഇതിൽ. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിൽ നിന്നൊക്കെ പോന്നിട്ട് ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ വീട്ടിൽ പോകാനുള്ള തിരക്കായില്ലേ. അങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ മാത്രമാണ് ഈ റൂട്ടിനുള്ളത്, ബാക്കി എല്ലാവരും കൊണ്ടോട്ടി റൂട്ടാണ് കേട്ടോ. ഇലക്ഷൻ്റെ തലേ ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ ബസ്സും ഭയങ്കര തിരക്കായിന്. പിന്നെ ബസ് കുറവ് കഴിഞ്ഞിട്ടാണ്. അപ്പം എങ്ങനെയായാലും കിട്ടിയ ബസ്സിന് വേഗം കയറി ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പോവുകയാണ് ഇനി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.